ഹായ്, വെൽക്കം ടു ജിനൂസ് ഫാഷൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി വൈനാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുമ്പോൾ ഒത്തിരി വെറൈറ്റി വൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കിവി വൈനാണ്. കിവി ഉപയോഗിച്ച് നമ്മൾ വൈൻ തയ്യാർ ചെയ്യാനായിട്ട് പോവുകയാണ്. നല്ല അടിപൊളി വൈനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഒരു വൈനാണ്, അത് കിവി വൈൻ. അപ്പോൾ അതെങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് കിവി ആദ്യം പീൽ ചെയ്യണം. പീൽ ചെയ്തതിൻ്റെ സ്കിന്ന് ആദ്യം റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പീലർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് സ്കിന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പീൽ ചെയ്തെടുത്ത് നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഇതെല്ലാം പീൽ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന കിവി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കിവി നന്നായിട്ട് പീൽ ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിവി നമ്മൾ നല്ല നീറ്റായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒത്തിരി വെറൈറ്റി വൈൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്കി ജാറിൽ കാണാം. അതിൽ ഒത്തിരി വൈൻസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വൈൻ്റെ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം, ഗ്രാമ്പു, കറുവാപ്പട്ട. ഇനി നമുക്കിതൊരു നല്ലൊരു തടിയുടെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നല്ല നീറ്റ് ഡ്രൈ ആയിട്ടുള്ള ഒരു തടിയുടെ സ്പൂൺ ഉപയോഗിച്ച് നമ്മളിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ വൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫ് സീസണിൽ നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് തിളപ്പിച്ചാറിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കിവി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസിൻ്റെ ജാറായിട്ട് ഞാൻ ഇതിന് പ്രത്യേകിച്ച് തുണിയൊന്നും ഇട്ട് അടയ്ക്കുന്നൊന്നുമില്ല. ഭരണിയാണെങ്കിൽ നമുക്കറിയാം അടപ്പ് ലൂസ് ഉള്ളതായതുകൊണ്ട് നമ്മൾ ക്ലോത്തൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിന് തുണി വെക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കുമ്പം തടിയുടെ സ്പൂൺ ഉപയോഗിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നനവുണ്ടാകരുത്. യൂസ് ചെയ്യുന്ന സ്പൂണ് വേറെ ഒന്നിനും ഉപയോഗിക്കരുത്, മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് 15 ദിവസം കഴിഞ്ഞ് കാണാം. കിവി നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഊറ്റാൻ പോവാണ്. ഊറ്റിയിട്ട് നമുക്ക് കിവി വൈൻ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കിവി വൈന് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളമയമൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു നെറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളമയം ഇല്ലാതെ എടുത്ത് വെച്ചിരിക്കുന്ന നെറ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പൾപ്പെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ കിവി വൈന് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു നല്ല ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്ത കിവി വൈൻ നമ്മളൊരു നല്ല ഗ്ലാസ് ജാറിൽ ഒഴിച്ചേക്കാണ്. ഇത് നമ്മളൊരു 2-3 ദിവസം വെക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് യൂസ് ചെയ്യാം.
യൂസ് ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. പക്ഷേ ഇച്ചിരൂടെ നല്ലൊരു കളറുണ്ട്. നമുക്കൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി വൈനാണ്. കാരണം കിവി ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വീറ്റ് സ്മെല്ലുണ്ട്. അപ്പോൾ ഈ ഒരു വൈനും നമ്മൾ കുടിക്കുമ്പോൾ അതേ ഒരു ഫ്ലേവറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവൻ.